ഹഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇനി പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന, അവിടെയും ഈ പറയുന്നത് പോലെ മണ്ണിളകി കിടക്കുന്നു. പുഴയുടെ ബെഡെന്ന് പറയുന്നത് അത് വളരെ തിക്കായിട്ടുള്ള ഭാഗമാണ്. എങ്കിൽ പോലും ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ട് തന്നെ ഓക്സിജൻ ലഭ്യത കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പ്രത്യാശിക്കാമെങ്കിൽ പോലും ഒരു ഡ്രെഡ്ജിംഗ് അടക്കമുള്ള സാധ്യതകൾ പുഴയിലെ തിരച്ചിലിനു വേണ്ടേ? കൂടുതൽ മികച്ച എക്സ്കവേറ്ററുകൾ എത്തിക്കേണ്ട ആവശ്യമില്ലേ? അതേപോലെ തന്നെ ഈ കരയിലെ തെരച്ചിൽ ഇന്ന് നിർത്തുമെന്ന സൂചനകളും ചിലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് കുറേയധികം മണ്ണടിഞ്ഞു കിടപ്പുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 40 അടി ആഴത്തിൽ അല്ലെങ്കിൽ 25 അടി ആഴത്തിലുള്ള ഉള്ള പുഴ നികത്തിക്കൊണ്ട് മൺകൂന ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ പരിശോധന നടത്തണമെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ പോരാ. ഇപ്പം നിലവിലുള്ള 7 JCBയും 4 ടിപ്പർ ലോറിയും കൊണ്ട് എന്തായാലും അത് നടക്കില്ല. അതിനുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. ഡ്രഡ്ജിങ് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ AK അഷ്റഫ് MLA കാര്യം ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അതിനാവശ്യമായ സംവിധാനങ്ങൾ എത്തിക്കാം എന്ന് കാർവാർ MLA സമ്മതിക്കുന്നു. അപ്പോൾ കാർവാർ MLA സംസാരിച്ചത് കാർവാർ MLA പറയുന്നത് അതിനാവശ്യമായുള്ള എന്ത് സംവിധാനം എത്തിക്കാൻ തയ്യാറാണ് MLA സംവിധാനം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് കൃഷ്ണ. ഇതുവരെ നടന്ന പോലെ ഉള്ളതല്ല. പുഴയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ പരിശോധന കുറച്ചുകൂടി അതിസങ്കീർണമാണ്. അതിന് കൂടുതൽ മനുഷ്യ വിഭവശേഷിയും കൂടുതൽ യന്ത്ര സംവിധാനങ്ങളും കൂടുതൽ സാങ്കേതിക സഹായമൊക്കെ ആവശ്യമായി വരും. ഇതുവരെ കണ്ടതുപോലെ ആവില്ല അത് പുഴയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ. പക്ഷേ പുഴയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് എന്തായാലും ഇന്നറിയാം. ഇന്നിപ്പോൾ അവിടുത്തെ കരയിലെ അവസാനവട്ട പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിയാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മൺകൂന കല്ലും പാറയും ഒക്കെ ഉള്ള മൺകൂന ഉണ്ടായിരുന്നു. അതിൽ ഉണ്ടാകുമെന്നായിരുന്നു നമ്മുടെ അടിയുറച്ച പ്രതീക്ഷ. പക്ഷേ ആ പാറയൊക്കെ മാറ്റി അവിടെയാണ് 8 മീറ്റർ ആഴത്തിൽ ഈ സിഗ്നൽ കണ്ടത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ചതാണ് ഒരുപക്ഷെ അവിടെ ഉണ്ടായേക്കാം എന്നുള്ള കാര്യം. എത്രയായാലും ഒരു വണ്ടി കാണണമല്ലോ. ഒരു വലിയ വണ്ടിയാണ്. അർജുൻ എന്നൊരു വ്യക്തിക്ക് അപ്പുറം ഒരു വലിയ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ ഒരു വണ്ടി അങ്ങനെ അങ്ങ് കാണാതെ അപ്രത്യക്ഷമാകാൻ കഴിയില്ല കൃഷിന്. അപ്പോൾ ആ വണ്ടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടി കണ്ടപ്പോൾ ഏതാണ്ട് അവിടെ തന്നെയാകും എന്ന് കരുതിയിരുന്നു. പക്ഷേ നിരാശയാണ് ഫലം. എന്നാലും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ തന്നെ തുടരുകയാണ്. എത്ര നാൾ അവിടെ ഈ കരയിലെ പരിശോധന തുടരുമെന്ന് അറിയില്ല. കാര്യം ഇന്നലെ തന്നെ ഇവിടുത്തെ കർണാടക റവന്യൂ മന്ത്രി അടക്കമുള്ളവർ പറയുന്നു 92% മണ്ണ് പരിശോധിക്കുമ്പോഴും അവിടെ വണ്ടിയില്ല, വാഹനമില്ലെന്ന് പറയുന്നു. രാവിലെ കളക്ടർ പറയുന്നുണ്ടായിരുന്നു 99% മണ്ണ് പരിശോധിച്ചു, ഇനിയിപ്പോൾ ഗംഗാവാലി പുഴയിലേക്കാണ് നോക്കേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സർക്കാരിന്റെ ഒരു താല്പര്യം പരിശോധന നിർത്തുക, അത് വൈൻഡപ്പ് എന്നുള്ളതെന്ന് തോന്നുന്നു. ഇന്നലെ തന്നെ റവന്യൂ മന്ത്രിയും ഇന്ന് കളക്ടറും എന്ന് പറയുമ്പോൾ വ്യക്തമാണ്. അതിനി അവിടെ പരിശോധനയുടെ അപ്ഡേറ്റായി പറയുന്നതാണോ അതോ മറ്റെന്തെങ്കിലും താല്പര്യത്തിൽ പറയുന്നതാണോ എന്നറിയില്ല. എന്തായാലും നേരത്തെ കൃഷ്ണ ചോദിച്ച പോലെ കരയിലുള്ള പരിശോധന, ആ മണ്ണിലുള്ള പരിശോധന ഏതാണ്ട് നിർത്തിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ഈ വൈകിയ വേളയിൽ കൂടി പരിശോധനയ്ക്കും എന്തെങ്കിലും സൂചന കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. മാത്രമല്ല, ഇന്നിപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും വലിയ മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. മഴ പെയ്താൽ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് കൃഷ്ണ. ഇപ്പോൾ അല്പസമയത്തിനകം ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് വലിയ മഴയാണ് പ്രവചനം എന്ന് പറഞ്ഞാൽ അന്ന് ഉൾപ്പെടെയുള്ള ദിവസത്തെ കണക്ക് വലിയ സെന്റിമീറ്റർ മഴയാണ് പ്രവചനം. എന്തായാലും ഭാഗ്യത്തിന് ഇതുവരെ അങ്ങനെ ഒരു വലിയ മഴ പെയ്യുന്നില്ല. ആ മഴ പെയ്യാത്ത രക്ഷാദൗത്യത്തിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. മലയാളികളായ 25 അംഗ ടീമിനെ അവിടെ നിർത്താം എന്ന് സമ്മതിക്കുന്നുണ്ട്, എന്ന അനുവാദം കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ടീം അവിടെ എത്തി, അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് പോലീസ് സംഘം അവിടെ എത്തി കളക്ടറുടെ അനുവാദമില്ലാത്തവർ പുറത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ബഹളമുണ്ടാക്കുകയൊക്കെ ചെയ്തത്. രഞ്ജിത്തിന് നേരെ കയ്യേറ്റ ശ്രമം അടക്കം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. വലിയ കഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ലാഭേച്ഛയൊന്നുമില്ലാതെ ചെറിയ കഷ്ടപ്പാടില്ല, തീർച്ചയായും വലിയ കഷ്ടപ്പെട്ടുകൊണ്ട് ലാഭേച്ഛയൊന്നുമില്ലാതെ അവിടെ പോയി നിൽക്കുന്ന അവരെ അധിക്ഷേപിക്കാൻ പാടില്ല. എന്തായാലും പോലീസ് സംഘം അധിക്ഷേപിച്ചു. അതിനുശേഷം അനുവാദം വാങ്ങി നിൽക്കാം എന്ന മനാഫിന്റെ ഉറപ്പിൽ അവർ പുറത്തു വന്ന് 25 പേർക്ക് അവിടെ നിൽക്കാൻ അനുവാദം കിട്ടുകയാണ്. അപ്പോൾ അനുവാദം കിട്ടുന്ന അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മനാഫ് പറഞ്ഞത് രാത്രി ഒരു വെളിച്ചമുണ്ടെങ്കിൽ ഞങ്ങൾ തെരച്ചിൽ നടത്തിക്കോളാം, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ തന്നാൽ നിങ്ങൾ പൊക്കോളും, ഞങ്ങൾ ഇവിടെ നിന്ന്
ഞങ്ങളുടെ സഹോദരനെ കണ്ടെടുത്തു കൊള്ളാം എന്നിങ്ങനെ മനാഫ് ആത്മവിശ്വാസത്തോട് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് അറിയില്ല. രക്ഷാ ദൗത്യം ഇപ്പോഴും ഗ്രൗണ്ട് സീറോയിൽ തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളില്ല. ഡേ 1 എന്താണോ അവസ്ഥ അതുതന്നെയാണ് 7-ാം നാളും ഈ സമയം നിൽക്കുമ്പോൾ എന്ന് നിരാശയോടുകൂടി പറയേണ്ടി വരും. കാര്യം പരിശോധനയിൽ ഉള്ള സിഗ്നലുകൾ അതൊന്നുമല്ല. ഇവിടെ മെറ്റൽ ഡിറ്റക്ടർ കാണുന്ന സിഗ്നലുകൾ ഇവിടുത്തെ ലോഹ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഫേക്ക് സിഗ്നലുകളാണ്. മറ്റേതെങ്കിലും സിഗ്നൽ ഇതുവരെ കിട്ടുന്നില്ല. ഇപ്പൊ സമാന്തരമായി ഗംഗാവാലി പുഴയിലേക്ക് കൂടി പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൂടി രക്ഷാ സംഘം ആലോചന തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റീന.